ഇണക്കിളിക്കൊട്ട ഭാഗം 5. പൂമുഖത്തുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു ശിഖ. ഇടയ്ക്ക് നിന്ന് ഗേറ്റിലേക്ക് ആകാംക്ഷയോടെ നോക്കി. പിന്നെ ദേഷ്യത്തോടെ കൈ കുറഞ്ഞു എന്ന് പറഞ്ഞ് നടത്തം തുറന്നു. സീത അവിടേക്ക് വന്നു. മകളുടെ പ്രവൃത്തി കണ്ട് അവൾ അമ്പായിരുന്നു. എന്തോ നടിയത്, വാളി തീ പിടിച്ചതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലർത്തുന്നത് കുറേ നേരമായല്ലോ. സീത ചോദിച്ചു. ശിഖ നടത്തം നിർത്തി അമ്മയെ നോക്കി. അസ്ഥാനത്ത് കോമഡി വരല്ലേ, ഞാൻ തന്നെ ദേഷ്യം വന്ന് നിൽക്കുക. അവൻ രോഷത്തോട് പറഞ്ഞു. ദേഷ്യം വരാനും മാത്രം എന്താ ഇവിടെ ഉണ്ടായത്? എന്താ ഉണ്ടായതെന്നോ? 10 മണിക്ക് മുമ്പ് എത്തുമെന്ന് വാക്ക് പറഞ്ഞതാ വരുന്നുണ്ട്. ഇപ്പോൾ സമയം 10 കഴിഞ്ഞ് 12 ആവാൻ പോകുന്നു. എന്നിട്ട് ആളെ കാണാനില്ല. എങ്കിൽ വരട്ടെ, അവൾ പറഞ്ഞു. ഓ, ഇതായിരുന്ന കാര്യം. ഇനി അവർ ബസ്സിലല്ലേ വരുന്നത്, വല്ല ട്രാഫിക് ബ്ലോക്കിലും പെട്ട് കാണും. സീത അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ വണ്ടി വന്ന് മുറ്റത്ത് നിന്നു. സീത സന്തോഷത്തോടെ എഴുന്നേറ്റു. അവൻ വന്നല്ലോ, സീത സന്തോഷത്തോടെ പറഞ്ഞു. ശിഖയുടെ മുഖം വിടർന്നു. പെട്ടെന്ന് ചുണ്ടി പിടിച്ച് മുഖം തിരിച്ചു നിന്നു. വരുൺ ദാസനെ നോക്കി. ദാസേട്ടാ, നമ്മൾ തേവർമാടത്തിൽ പോയ കാര്യമൊന്നും ഇവിടെ പറഞ്ഞു നിൽക്കണ്ട കേട്ടോ. ശരി കുഞ്ഞെ, എന്നാലും അവർ കുഞ്ഞിനെ ഇത്രയും അപമാനിച്ചിട്ട്. ദാസൻ വിഷമത്തോടെ പറഞ്ഞു. അതൊക്കെ വിട്ടുകളാ, വരുൺ പറഞ്ഞു. സീത പടിയിറങ്ങി മുറ്റത്തേക്ക് വന്നു. ചെറിയമ്മ വരുന്നുണ്ട്. വരുൺ വേഗം കടലിൽ ഇറങ്ങി. മോനെ, എന്താ നീ ഇത്രയും വൈകിയത്? എത്ര നേരമായി കാത്തിരിക്കുന്നു? സീത ചോദിച്ചു. എന്ത് പറയാനേ ചെറിയമ്മ, ഭയങ്കര ബ്ലോക്കായിരുന്നു. നീ വാ. ഇരുവരും വരാന്തയിലേക്ക് കയറി. വരുൺ ശിഖയെ നോക്കി. അവൾ മുഖം വീർപ്പിച്ച് തിരിഞ്ഞു നിൽക്കുന്നത് കണ്ട് അവൻ സീതയെ നോക്കി. എന്തു പറ്റി ചെറിയമ്മേ, എൻ്റെ അനിയത്തിക്കുട്ടിയുടെ മുഖം ഇങ്ങനെ വീർത്തിരിക്കുന്നത്? വല്ല കടന്നനെ കുത്തിയോ? വരുൺ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. ശിഖ തിരിഞ്ഞ് അവനെ നോക്കി. അവൻ അവളുടെ ഇരുതോളിനും കൈവച്ചു. എന്തു പറ്റി എൻ്റെ സുന്ദരി ഭാവിക്ക്? അവൻ ചോദിച്ചു. എന്നോട് മിണ്ടണ്ട. ഇന്ന് 10 മണിയാകുമ്പോൾ എത്തുമെന്ന് പറഞ്ഞിട്ട് നേരെ എത്രയായി? ചേട്ടൻ വരുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ എന്തൊക്കെ പ്ലാൻ ചെയ്തതാണെന്നോ എല്ലാം പോയി, അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. പോട്ടില്ല ചക്കരെ, ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നു വന്നേനെ. ഇപ്പോൾ ബസ്സിലല്ലേ വന്നത്, ബ്ലോക്ക് മാറി എത്തണ്ടേ? അവൾ അല്പം അയഞ്ഞു. നീ വിഷമിക്കണ്ട, ചേട്ടന് ഇവിടെ തന്നെ ഉണ്ടല്ലോ, നമുക്കൊരു കലക്കലക്കാടി, അവർ പറഞ്ഞു. ശിഖ പതിയെ ചിരിച്ചു. ഇപ്പം സമാധാനമായല്ലോ? സീത ചോദിച്ചു. ശിഖ ചിരിച്ചു. അല്ല, ഇവിടെ വേറെയും ഉണ്ടല്ലോ കഥാപാത്രങ്ങൾ, എവിടെ പോയി എല്ലാവരും? വരാൻ തിരക്കി. വിനിയുടെ ഫാക്ടറിയിൽ പോയിരിക്കുക. നകുലേട്ടൻ എന്താ ആവശ്യത്തിന് ആരെ കാണണമെന്ന് പറഞ്ഞു പോയതാ. മുത്തശ്ശനും ഇത്രയും നേരം നീ വരുന്നതും കാത്ത് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. കുറച്ചു നേരം മുമ്പ് മുറിയിലേക്ക് പോയതേ ഉള്ളൂ. ഞാൻ ഏതായാലും ഒന്ന് കുളിക്കട്ടെ, നല്ല വിശപ്പുണ്ട്, വരുൺ പറഞ്ഞു. വേഗം പോയി കുളിച്ചു വാ, നിനക്ക് ഇഷ്ടപ്പെട്ട എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. താങ്ക് യു. അതാണ് എൻ്റെ ചെറിയമ്മ. സീതയുടെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തു അവൻ അകത്തേക്ക് ഓടി. എന്താ പിടിവാശി മാറിയില്ല എന്നുണ്ടോ? വാശിയല്ല ചെറിയമ്മേ, വീട്ടിൽ വന്നു കയറുന്ന അതിഥിയോട് അപമര്യാദയെ പെരുമാറുന്നത് ശരിയാണോ? ഞങ്ങളെക്കുറിച്ച് വരുണേട്ടനെ എന്താ കരുതിയിട്ടുണ്ടാവുക? വിളിച്ചു വരുത്തി അപമാനിച്ചു എന്നല്ലേ തോന്നുക? വീണ് ദേഷ്യത്തോടെ പറഞ്ഞു. മോളെ, ഞങ്ങൾ പറയുന്നതൊന്ന് ക്ഷമയോടെ കേൾക്കും. എന്ത് കേൾക്കാനാ ചെറിയമ്മ പറയുന്നത്? അനന്ത അവിടേക്ക് വന്നു. ഓ, എത്തിയല്ലോ അടുത്താള്. നിങ്ങൾക്ക് രണ്ടാൾക്കും അറിയാവുന്നതല്ലേ തേവർമാടത്തുകാർക്ക് പൂമാങ്കലത്തുകാരോടുള്ള ശത്രുത. എന്നിട്ട് എന്തിനാ ആ കുട്ടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്? വസുമതി ചോദിച്ചു. ഈ സമയത്ത് സാധാരണ ഇവിടെ മുത്തശ്ശനോ ചെറിയച്ഛനോ ഒന്നും ഉണ്ടാകാത്തതാണല്ലോ, അതാ അവനെ വിളിച്ചത്, ആനന്ദ് പറഞ്ഞു. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, വരണതൊന്നും മനസ്സിൽ വെക്കില്ല. നിങ്ങൾ രണ്ടുപേരും വന്ന് വരാതെ കഴിക്കും, തങ്കം പറഞ്ഞു. എന്താ ഇവിടെ ഒരു ചർച്ച? വിശ്വനാഥൻ അവിടേക്ക് വന്ന്. എല്ലാവരും എഴുന്നേറ്റ് വിനയത്തോടെ നിന്നു. അത് ഒന്നുമില്ല, ഞങ്ങളെ ഒരുപാട് ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയായിരുന്നു, വസുമതി പറഞ്ഞു. അനന്തു, ആ പയ്യനെ ഞാൻ ഇറക്കി വിട്ടതിൽ നിനക്ക് പ്രയാസമുണ്ടാകുമെന്ന് എനിക്കറിയാം. അതിൻ്റെ പേര് നിങ്ങളിങ്ങനെ മുഖം വേർപ്പിക്കണ്ട. മുത്തശ്ശനൊരു തെറ്റ് പറ്റി, എൻ്റെ മക്കൾ മുത്തശ്ശനോട് ക്ഷമിക്കുക, അയാൾ പറഞ്ഞു. വേണിയും വരുണും പരസ്പരം നോക്കി. മുത്തശ്ശി ഞങ്ങളോട് ക്ഷമയൊന്നും പറയണ്ട. വരുണിനെ അപമാനിച്ചപ്പോൾ വല്ലാത്ത വിഷമം തോന്നി, അതുകൊണ്ടാണ് കുറച്ച് കടുത്ത വാക്കുകൾ പറഞ്ഞത്. മുത്തശ്ശി ഞങ്ങളോട് ക്ഷമിക്കണം, അനന്ത് പറഞ്ഞു. അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് അവൻ്റെ നെറുകിൽ കൈവച്ചു. എൻ്റെ മക്കൾ ചെന്ന് വല്ലതും കഴിക്കും. ഇരുവരെ എഴുന്നേറ്റ് നടന്നു. കുളി കഴിഞ്ഞ് വേഷം മാറി വരുൺ ഡൈനിങ് ഹാളിലേക്ക് വന്നു. അപ്പോഴേക്കും വരുണിന് ഇഷ്ടപ്പെട്ട വിഭവങ്ങളെല്ലാം സീത ടേബിളിൽ നിരത്തി വെച്ചിരുന്നു. അതെല്ലാം കണ്ട് ഒരു കണ്ണും തള്ളി നിന്നു. എൻ്റെ ഈശ്വരാ, എന്തൊക്കെയാണ് ചെറിയമ്മയെ ഒരുക്കി വെച്ചിരിക്കുന്നത്? വരുൺ ചോദിച്ചു.
സീത പുഞ്ചിരിച്ച്. എത്ര നാൾ കൂടിയാണ് നീ വന്നത്? ദേ നിനക്ക് ഇഷ്ടപ്പെടുത്താലെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്, ഇനി കഴിച്ചോ. ഇത് മൊത്തം ഒറ്റയിരിപ്പിൽ കഴിച്ചാൽ എൻ്റെ വയറ് പൊട്ടും. വരുൺ പറഞ്ഞു. പേടിക്കണ്ടേട്ടാ, ഞാൻ സഹായിക്കാം. ശിഖ അവിടേക്ക് വന്നു. ആ വാ വാ. ഇരുവരും ഇരുന്നു. വരുൺ പ്ലേറ്റ് എടുത്ത് വെച്ചു. സീത ഓരോന്നായി വിളമ്പി. എൻ്റെ ചെറിയമ്മേ, ഇതിൻ്റെയൊക്കെ മണം അടിച്ചിട്ട് സഹിക്കാൻ വയ്യ, നല്ല വിശപ്പ്, എളുപ്പം വിളമ്പ്, വരുൺ പറഞ്ഞു. സീത ചിരിച്ചുകൊണ്ട് എല്ലാം വിളമ്പി കൊടുത്തു. വരുൺ സന്തോഷത്തോടെ ഒരു ഉരുള വായിലിട്ടു. സത്യം പറയല, എൻ്റെ ചെറിയമ്മയുടെ കൈപ്പണി അപാരം തന്നെ, കണ്ട് പഠിക്കടി നീക്ക്, വരുൺ ശിഖയോട് പറഞ്ഞു. ഇച്ചിരി ചൂടുവെള്ളം തെറിപ്പിക്കാതെ അവളാ അടുക്കളയിൽ കയറി പാചകം ചെയ്യുന്നത്, കണക്കായി, സീത പറഞ്ഞു. അമ്മേ അങ്ങനെ പറയണ്ട, എനിക്ക് പാചകമൊക്കെ അറിയാം, എൻ്റെ കഴിവ് അവസരം വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ, ശിഖ പറഞ്ഞു. അതൊന്നും മുൻകൂട്ടി പറയണം, എന്നാലല്ലേ ഹോസ്പിറ്റലിൽ ബെഡ് ബുക്ക് ചെയ്യാൻ പറ്റൂ, വരുൺ പറഞ്ഞു. സീത ചിരിച്ചു. ഒന്ന് പോവേട്ടാ, ശിഖ പറഞ്ഞു. അപ്പോൾ വിനയനും നീലകണ്ഠനും അവിടേക്ക് വന്നു. അവരെ കണ്ടതും മൂവരെ ചിരിനിർത്തി എഴുന്നേറ്റു. വിനയനും നീലകണ്ഠൻ ദേഷ്യത്തോടെ അവനെ നോക്കി. നീ ഇന്ന് തേവർമഠത്തിൽ പോയിരുന്നു? നീലകണ്ഠൻ രോഷത്തോടെ ചോദിച്ചു. വരുണൊന്ന് ഞെട്ടി. അത് പോയിരുന്നു, അവൻ മുഖം കുനിച്ചു കൊണ്ട് പറഞ്ഞു. എന്തിന്? അത് ആനന്ദവിനും വേണിക്കും ഒരു ലിഫ്റ്റ് കൊടുത്തതാ, അവരെ വീട്ടിൽ കൊണ്ടുവിടാൻ. അവർ നിൻ്റെ ആരാ? പിന്നെയും ചോദിച്ചു. അവരെൻ്റെ സുഹൃത്തുക്കളാണ്. സുഹൃത്തുക്കൾ? നിന്നോട് പലതവണ പറഞ്ഞിട്ടുള്ളതാ, ഈ നാട്ടിൽ ആരുമായി വേണമെങ്കിലും നീ കൂട്ടുകൂടിക്കോ, പക്ഷേ തേവമഠത്തിൽ ആ പയ്യനുമായിട്ടുള്ള നിൻ്റെ സൗഹൃദം അത് വേണ്ട. ഇനിയും അവനുമായിട്ട് കൂട്ടുകൂടിയെന്ന് ഞാൻ അറിഞ്ഞാ, നീലകണ്ഠൻ താക്കിയതോടെ പറഞ്ഞു. ഇല്ല മുത്തച്ഛ, അനന്ത എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ, എന്തൊക്കെ സംഭവിച്ചാലും അവനുമായിട്ടുള്ള സൗഹൃദം ഒഴിവാക്കാൻ എനിക്കാവില്ല. വിനയനും നീലകണ്ഠൻ ദേഷ്യത്തോടെ അവനെ നോക്കി. വരുൺ, നീ ആരോട് സംസാരിക്കുന്നതിന് പല ബോധമുണ്ടോ? വിനയൻ താക്കിയതോടെ പറഞ്ഞു. ഉണ്ട്, എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്കൊക്കെ എന്താ അനന്തുവിനോട് ഇത്ര ദേഷ്യമെന്ന്. നിങ്ങൾ മുതിർന്നവർ തമ്മിൽ എന്തെങ്കിലും വഴക്കോ വെക്കാനോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തമ്മിൽ തീർത്തോ, അതിലേക്ക് ഞങ്ങളെ വലിച്ചിരിക്കേണ്ട. ഇന്ന് ഈ നിമിഷം വരെ കുടുംബശത്രുതയുടെ പേരിൽ ഞാൻ അനന്തുവിനോടോ അനന്തു എന്നോടോ മോശമായി പെരുമാറുകയോ വഴക്ക് കൂടുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നിസ്സാരമായ കാര്യത്തിന് വേണ്ടി ഒരു നല്ല സൗഹൃദം വേണ്ടുന്നതൊക്കെ എനിക്ക് സാധിക്കില്ല. അതും പറഞ്ഞ് വരുൺ തിരിഞ്ഞു നടന്നു. മോനെ കഴിച്ചിട്ട് പോടാ, സീത പറഞ്ഞു. വേണ്ട ചെറിയമ്മ, വയറ് നിറഞ്ഞു. അതും പറഞ്ഞ് വരുൺ നടന്നു. സീത വിഷമത്തോടെ നീലകണ്ഠനെയും വിനയം നോക്കി. ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ തന്നെ ഇതൊക്കെ ചോദിക്കണമായിരുന്നു അച്ഛാ, നല്ല വിശപ്പോടെ വന്നത് അവൻ, കണ്ടില്ലേ ഒന്നും കഴിക്കാതെ പോയത്, സീത വിഷമത്തോടെ പറഞ്ഞു. അത് കേട്ടപ്പോൾ വിനയനും നീലകണ്ഠനും വിഷമം തോന്നി. ഇരുവരും മുഖം കുനിച്ച് തിരിഞ്ഞു നടന്നു. തുടരും.